Hi friends, ഞാൻ റോസാണ് റോസ് കളക്ഷൻസ് തൃശ്ശൂരിൽ നിന്ന്. ഇന്നത്തെ വീഡിയോ ജോർജറ്റ് മെറ്റീരിയലാണ് കാണിക്കുന്നത്. പേസ്റ്റൽ ചാർട്ടാണ് നമ്മൾ കാണിക്കുന്നത്. പിന്നെ പലതും പല റേറ്റിലാണ് നിൽക്കുന്നത്. ചിലത് പാർട്ടി വെയർ ആയിട്ടുണ്ട്, ചിലത് വളരെ കാഷ്വൽ ആയിട്ട് 1350 റേഞ്ച് തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, നമ്മുടെ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടുള്ള ബെല്ലൈക്കൻ, ഓൾ എന്നുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്താൽ മാത്രമാണ് നമ്മളിടുന്ന എല്ലാ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് റെഗുലറായിട്ട് അപ്ഡേറ്റ് ആയിട്ട് കിട്ടുക. എന്ന് വെച്ചാൽ കുറേ പേര് പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് വീഡിയോസ് കാണുന്നില്ല എന്ന്. അതുകൊണ്ടാണ് ഞാനൊരു സജഷൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും അത് ചെയ്താൽ മാത്രമാണ്, ഓൾ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമാണ്, ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ മാത്രമാണ് നമ്മളിടുന്ന എല്ലാ വീഡിയോസ് റെഗുലറായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഓക്കെ, നമുക്ക് നേരം കളയാണ്ട് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് തൃശ്ശൂരാണ്, ഈസ്റ്റ് ഫോർട്ടിലാണ്. PC തോമസ് സാറിൻ്റെ എൻട്രൻസ് കോച്ചിങ് തൃശ്ശൂർക്കാർക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു സംഭവമാണ്. ആ വഴിയിലാണ് നമ്മുടെ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. റൈറ്റ് സൈഡിലാണ് ഗ്രൗണ്ട് ഫ്ലോർ പാർക്കിംഗ് ഫെസിലിറ്റി അടക്കമുള്ള ഒരു ബിൽഡിംഗ് ആണ്. ഫസ്റ്റ് ഷോപ്പ് നമ്മുടെ റോസ് കളക്ഷൻസ് ആണ്. ഇവിടെ വേറെയും ഷോപ്സ് ഉണ്ട്, ഡോട്ട് കഫേയും വേറെ ഷോപ്സുകൾ ഈ ഒരു ബിൽഡിങ്ങിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുമ്പോൾ പർച്ചേസിനും ഒരു നല്ല ഈസി ഓപ്ഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ഫുഡിനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ ഫസ്റ്റ് പീസ് വരുന്നത് ഒരു പേസ്റ്റിലായിട്ടുള്ളൊരു ഗ്രേ ഷെയ്ഡാണ്. ഗ്രേമ് ഫുള്ളി എംബ്രോയിഡറി ചെയ്ത് പോയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഇത് മെറ്റീരിയൽ വരുന്നത് ഷിഫോൺ ജോർജറ്റ് മിക്സ് മെറ്റീരിയൽ തന്നെയാണ്. ഇതിൻ്റെ ദുപ്പട്ട ഞാനൊന്ന് കാണിക്കാം. ഇതിൻ്റെ ഒരു ലുക്ക് ഇങ്ങനെയാണ് വരിക. നല്ലൊരു പേസ്റ്റൽ ഗ്രേ ഷെയ്ഡാണ് വരുന്നത്. ഫുള്ളി എംബ്രോയിഡറി ചെയ്ത് പോയിട്ടുള്ള ഫ്ലവേഴ്സ്, കട്ട് ബീഡ്സ് എല്ലാം കൂടിയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വരിക. ദുപ്പട്ട വരുന്നത് പ്യോർ ഷിഫോണിലാണ് വരുന്നത്. നമുക്ക് ജോർജറ്റിൽ തന്നെയാണ് വരാറ് ദുപ്പട്ടാസ്. ഈ പ്രാവശ്യം ഷിഫോണിലാണ് വന്നേക്കുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഷിഫോൺ, ഡാർക്ക് ഗ്രേ ഷെയ്ഡാണ് നിൽക്കുക. ഇതേപോലെ ഇത് എംബ്രോയിഡറി ഫ്ലവേഴ്സ് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് പോയിട്ടുണ്ട്, ഫ്ലവർ ഡിസൈൻസ് ആയിട്ട്. ഗ്രേ തന്നെയാണ്, ഫുൾ ഒറ്റ കളർ തീമിലാണ് അവൈലബിൾ ആയിക്കുന്നത്. ഇതേപോലെയാണ് ഇതിൻ്റെ ഒരു ദുപ്പട്ട വരുന്നത്. ദുപ്പട്ട അത്യാവശ്യം ലെങ്ത് ഉണ്ട്, നമുക്ക് 2.5 മീറ്റേഴ്സ് ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരിക. ചെസ്റ്റിൻ്റെ അവിടെ നല്ലൊരു വർക്കാണ് വരുന്നത്. 1350 ആണ് ഈ ഒരു സെറ്റിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. ഇതിൽ ലൈനിങ്ങും അറ്റാച്ച്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ വരുന്നത് സാന്തൂണിലാണ് ലൈനിങ് വരുന്നത്. ലൈനിങ്ങും ബോട്ടവും വരുന്നത് സാന്തൂണിലാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വരിക. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ ദുപ്പട്ട ഇങ്ങനെയായിട്ടാണ് കിടക്കുക. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഷിഫോൺ ദുപ്പട്ടയാണ് വരുന്നത്. മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് ഷിഫോൺ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, പ്ലസ് ബോട്ടം ആസ് യൂഷ്വൽ 4 മീറ്ററിൻ്റെ അതേ സെക്ഷനിലാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഞാൻ വേണമെങ്കിൽ ഒന്ന് അൺലോക്ക് ചെയ്തിട്ട് കാണിക്കാം. ഇതാണ് ഇതിൻ്റെ ലൈനിങ് ആൻഡ് ബോട്ടം പീസ് വരുന്നത്. 4 മീറ്റേഴ്സ് ആയിരിക്കും. നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇനി അതിൽ തന്നെ നമുക്ക് കുറച്ച് ഷെയ്ഡ്സ് ഉണ്ട്, അത് നമുക്ക് വേഗം കാണാം. അതിൽ നല്ലൊരു പിങ്ക് ഷെയ്ഡ് അവൈലബിൾ ആണ്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറാണ്. എല്ലാ സ്കിൻ ടോണിനും മാച്ച് ചെയ്യുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതേപോലെയാണ് ഇതിൻ്റെ വർക്ക് വരുന്നത്. ഫ്ലവേഴ്സ് വിത്ത് കട്ട് ബീഡ്സ്, ത്രെഡ് എല്ലാതും കൂടിയിട്ടുള്ള. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഈ ഒരു യോക്ക് ഏരിയയിലേക്കാണ് ഈ വർക്ക് വരിക. 1350 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. ദുപ്പട്ട ഞാൻ പറഞ്ഞു ഷിഫോൺ ദുപ്പട്ടയാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഇതേപോലെ വരും. നല്ല ഭംഗിയുള്ള വർക്കാണ് ദുപ്പട്ടയുമേ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. നല്ല സോഫ്റ്റ് ഷിഫോണാണ്. ഇതൊരു പുതിയ വെറൈറ്റി വന്നേക്കുന്നതാണ് മെറ്റീരിയലിൽ. ഇതേപോലെ വരും. ഇങ്ങനെയാണ് വരിക. നല്ലൊരു എന്താ പറയുക, ഒതുങ്ങി കിടക്കണം. ജോർജറ്റായാലും ചിലപ്പോൾ ഭയങ്കര എംബ്രോയിഡറി ഇഷ്ടമില്ലാത്ത കസ്റ്റമേഴ്സ് ഉണ്ട്. അവർക്കൊക്കെ നല്ലൊരു ചോയ്സാണ്. എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റായിട്ട് കിടക്കും. പിന്നെ മേത്ത് ഇങ്ങനെ ഇട്ടിട്ടില്ല, അങ്ങനത്തെ ഒരു വളരെ സോഫ്റ്റാണ്. നമുക്കത് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമുക്കറിയാം വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. 1350 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. വളരെ അട്രാക്റ്റീവ് കളേഴ്സാണ്. 4 പേസ്റ്റൽ ചാർട്ടാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ സെറ്റാണ് വരിക. നല്ലൊരു അട്രാക്റ്റീവ് ഷെയ്ഡാണ്. ഫസ്റ്റ് നമ്മൾ കാണിച്ചു ഗ്രേ ആണ്. നെക്സ്റ്റ് വരുന്നത് പേസ്റ്റൽ ഗ്രീൻ. ഇതും വളരെ അട്രാക്റ്റീവ് കളറാണ്. ഇതേപോലെയാണ് ഇതിൻ്റെ ലുക്ക് വരിക. വളരെ ക്ലാസി ആയിട്ട് ഫുള്ളി എംബ്രോയിഡറി നെക്കിൽ ചെയ്തു പോയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇതേപോലെ ഫുള്ളി ഫ്ലവേഴ്സ്, കട്ട് ബീഡ്സ് എല്ലാം കൂടി മിക്സ് ആയിട്ടാണ് ഇതിൻ്റെ ഓപ്ഷൻ. ഇതിൻ്റെ ദുപ്പട്ട ഞാനൊന്ന് നിർത്തി കാണിക്കാം. ദുപ്പട്ട ഇതേപോലെ തന്നെ പേസ്റ്റൽ ചാർട്ടിൽ തന്നെയാണ് വരുന്നത്, ഷിഫോണിൽ തന്നെയാണ് വരുന്നത്. ഇതേപോലെയാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് വരിക. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഞാൻ ഒന്നുകൂടി ക്ലോസപ്പ് വ്യൂ കാണിക്കുക. അതിൻ്റെ ഇതേപോലത്തെ സിമ്പിളായിട്ടുള്ള വർക്കാണ് ചെയ്തു പോയിരിക്കുന്നത്. നമുക്ക് ഇട്ട് വരുമ്പോൾ ഇങ്ങനെ ഒരു ലുക്കാണ് വരിക. ടോപ്പിൻ്റെ ഒപ്പം ഇതേപോലെയാണ് ക്ലബ് ചെയ്തിട്ട് ഇതിൻ്റെ ഭംഗി വരിക. ഓക്കെ, 1350 ആണ് പ്രൈസ് റേഞ്ച്. മിസ് ഔട്ട് ചെയ്യേണ്ട നല്ല നല്ല പീസുകളാണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ബുക്കിങ്ങിലേക്ക് പോവാം. നെക്സ്റ്റ് പീസ് വരുന്നത് അതിൽ തന്നെ പിങ്ക് വർക്കും എംബ്രോയിഡറിയും ഒക്കെ ഡിഫറെൻ്റ് ആണ്. ഇതിൻ്റെ ദുപ്പട്ടാസും വ്യത്യാസം വരുന്നുണ്ട്. ഇതേപോലെ വരും. അത്യാവശ്യം ലെങ്ത് ഉണ്ട്, 2.5 മീറ്റേഴ്സ് നമ്മൾ എല്ലാ മെറ്റീരിയൽസും ഉണ്ട്. ഇതിൽ വരുന്നത് ബുലിയൻ ഫ്ലവേഴ്സ് വിത്ത് ഫുള്ളി ബീഡ്സ് വർക്കാണ് വരുന്നത്. അത്യാവശ്യം ചെസ്റ്റ് ഏരിയ ഹെവി ആയിട്ട് തന്നെ വർക്ക് വരും. ഇതേപോലെ
ഓക്കെ, നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയാണ് ഇത് ലുക്ക് വരിക. എന്ന് വെച്ചാൽ ഒരു യോക്ക് ഏരിയ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. സാൻഡ് കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത്. 4 മീറ്റേഴ്സ് തന്നെയാണ്. ഞാൻ അതും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇതായിരിക്കും ബോട്ടം പീസും ലൈനിങ് കൂടിയിട്ടുള്ള 4 മീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് പോവാം. ഇതാണ് ഇതിൻ്റെ ലുക്ക് വരിക. ദുപ്പട്ട വളരെ അടിപൊളി ദുപ്പട്ടയാണ്. നല്ല സ്റ്റൈലിഷായിട്ട് സോഫ്റ്റായിട്ട് കിടക്കുന്ന ഫുൾ എംബ്രോയിഡറിയിൽ ചെയ്ത് പോയിട്ടുള്ള ദുപ്പട്ടയാണല്ലേ. ഇതേപോലെ ലവ്ലി എംബ്രോയിഡറി ആണ്. ഈ ദുപ്പട്ട വേറെയൊപ്പം ക്ലബ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ ഒരുപാട് ബീഡ്സ്, ഒരുപാട് തിളക്കം അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് കളേഴ്സ് ഒന്നും ഇഷ്ടമില്ലാത്ത കസ്റ്റമേഴ്സിന് നല്ലൊരു ചോയ്സാണ്. പേസ്റ്റൽ മോണോ കളറിലാണ് നിൽക്കുന്നത്. ഫുള്ളി ഒറ്റ കളറിൽ. എന്നുവെച്ചാൽ പിങ്ക് ആണെങ്കിൽ ഫുൾ പിങ്ക്. എന്നുവെച്ചാൽ എംബ്രോയിഡറിയും പിങ്കാണ്, ബീഡ്സും പിങ്കാണ്. പക്ഷേ ആ ബീഡ്സ് ഒന്നും നമുക്ക് അങ്ങനെ എന്താ പറയുക ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കുക അങ്ങനെയൊന്നുമില്ല. സെൽഫായിട്ട് തന്നെ നിൽക്കണം എല്ലാതും. ഇതേപോലെ വരും. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 1590 ആണ്. അപ്പോൾ ഫുൾ ലെങ്ത്തിൽ 2.5 മീറ്റേഴ്സുള്ള ദുപ്പട്ടയാണ്. ലൈനിങ് ഉണ്ട് 4 മീറ്റേഴ്സിൻ്റെ. അതും ഞാൻ പറഞ്ഞു. ഇതേപോലെയാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് വരാം. അത്യാവശ്യം ചെസ്റ്റിൻ്റെ ഒരു ഫുൾ യോക്ക് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് എംബ്രോയിഡറി വരുന്നുണ്ട് വിത്ത് ബീഡ്സും വരുന്നുണ്ട്. ഓക്കെ, 1590 ആണ് പ്രൈസ് വരുന്നത്. ദുപ്പട്ട ഞാൻ പറഞ്ഞു വളരെ അട്രാക്റ്റീവാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതേപോലെയാണ് ദുപ്പട്ടയുടെ ലുക്ക് വരാം. ഫുള്ള് 2.5 മീറ്റേഴ്സ് നല്ല നീളമുള്ള ദുപ്പട്ടയാണ്. നിങ്ങൾക്ക് വേറെ ഡ്രസ്സുകളുടെ ഒപ്പം ക്ലബ് ചെയ്താൽ വളരെ സ്റ്റൈലിഷ് ആയിരിക്കും. 1590. ഇതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ്സ് നമുക്ക് നോക്കാം. നല്ലൊരു പീച്ച്, ലൈറ്റ് പീച്ച് ആൻഡ് ചോക്ലേറ്റ് ഷെയ്ഡൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. ഇതേപോലെ വരും. ദുപ്പട്ട വരുന്നതും അതേപോലെ തന്നെയാണ്. വളരെ സോഫ്റ്റ് ദുപ്പട്ടയാണ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരിക. 1590 ആണ് പ്രൈസ് വരുന്നത്. ഇതേപോലെ ബുലിയൻ വിത്ത് കട്ട് ബീഡ്സ് ഫുൾ യോക്ക് ഏരിയയിൽ വർക്ക് ഹെവി ആയിട്ട് വരുന്നുണ്ട്. നമ്മുടെ സ്കിൻ ടോണിന് മാച്ച് ചെയ്തിട്ടുള്ള ഒരു പീച്ച് ആൻഡ് എന്താ പറയുക സ്കിൻ കളറിനോട് മാച്ച് ചെയ്തൊരു കളറാണ്. നല്ല അട്രാക്റ്റീവാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇത് തയ്ച്ച് വരുമ്പോൾ നമുക്ക് ഊഹിക്കാം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫേസിലേക്ക് ഭയങ്കരമായ ഗ്ലോ വരുന്ന കളേഴ്സാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം, നമുക്ക് കാഷ്വലായിട്ട് ഔട്ടിങ്ങിനും യൂസ് ചെയ്യാം. നല്ലൊരു ഓപ്ഷൻ. പിന്നെ റീസണബിൾ പ്രൈസ്, നിങ്ങൾക്ക് അറിയാമല്ലോ പ്രൈസിനെ കുറിച്ചും അറിയാം. 1590 ആണ് വരുന്നത്. വിത്ത് ലൈനിങ് ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സിഗരറ്റ് പാൻസ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ചുരി ബോട്ടംസ് അടിക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ക്രീപ്പ് ലൈനിങ് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്താലും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ദുപ്പട്ട ഞാൻ ഫുള്ളായിട്ട് നിർത്തിയിട്ട് കാണിക്കാം. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ദുപ്പട്ടയാണ്. 1590 ആണ് പ്രൈസ്. മിസ് ഔട്ട് ചെയ്യേണ്ട, പെട്ടെന്ന് നമുക്ക് പർച്ചേസ് ചെയ്യായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് വരുന്നത് പേസ്റ്റൽ ഗ്രീൻ. ഇതിന് ഇതുപോലെ തന്നെ ഫുള്ളി എംബ്രോയിഡറി. എല്ലാതും മോണോ കളറിലാണ്, സിംഗിൾ കളറിലാണ് വരുന്നത്. ലൈനിങ് വരുന്നതും ഒക്കെ സിംഗിൾ ബോട്ടം എല്ലാതും പ്ലസ് നമുക്ക് ദുപ്പട്ടയും അതേപോലെ തന്നെ. 1590 ആണ് പ്രൈസ്. ഇനി ഇതിൽ ഒരു ഷെയ്ഡും കൂടി ഉണ്ട്, നല്ലൊരു ഗ്രേ. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതുപോലത്തെ ഗ്രേ ഷെയ്ഡാണ്. ഇതും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഗ്രേ ഒരുപാട് ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് വരുന്ന ഒരു കളറാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡാണ്. ദുപ്പട്ട അതുപോലെ തന്നെ 2.5 മീറ്റേഴ്സ് ഉണ്ടായിരിക്കും. ഫുൾ ബോഡി വർക്ക് ഉള്ളത്. ഇതും നല്ലൊരു ഓപ്ഷനാണ് ഗ്രേയിൽ. ലൈനിങ് ഞാൻ പറഞ്ഞ പോലെ 4 മീറ്റേഴ്സ് ഉണ്ടായിരിക്കും. പ്രൈസ് റേഞ്ച് 1590 തന്നെ. നെക്സ്റ്റ് വരുന്നത് നമ്മൾ നേരത്തെ കാണിച്ച ഒരു കാറ്റലോഗിൽ ഒരെണ്ണം മിസ്സിംഗ് ആയിരുന്നു. തൊട്ട് മുമ്പ് കാണിച്ച 1350 സെറ്റിലാണ് ഒരു നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ്, ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡും കൂടി അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞല്ലോ ഷിഫോൺ ദുപ്പട്ട വരുന്നത് ഇതാണ്. 1350 ആണ് പ്രൈസ് റേഞ്ച്. പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം, നല്ലൊരു ചോയ്സാണ്. പിന്നെ സ്കിന്നിന് നന്നായിട്ട് ഗ്ലോയി ആയിട്ട് തോന്നിക്കും. ഈ ഷെയ്ഡ്സിൻ്റെ പ്രത്യേകത അതാണ്. പേസ്റ്റൽ ചാർട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സ്കിന്നിന് വളരെ അട്രാക്റ്റീവായിട്ട് ഭയങ്കര ഒരു ഫെയറർ ലുക്ക് വരുന്ന ഒരു പാറ്റേണാണ്. ഇതേപോലെയാണ് ഇതിൻ്റെ ലുക്ക് വരിക. 1350 ആണ് പ്രൈസ് റേഞ്ച്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സെറ്റ് നോക്കാം. ഇതിൽ പിന്നെ ഒരു ചോയ്സ് വരുന്ന കളറാണ് ഒരു ഓഷ്യൻ ഗ്രീൻ കളർ. ഇതും ഇതുപോലെ തന്നെ ഷിഫോൺ ജോർജറ്റ് മിക്സ് മെറ്റീരിയലാണ്. ഇത് യോക്കിലേക്കാണ് എംബ്രോയിഡറി. ഇത് ഇച്ചിരി പാർട്ടി വെയർ ആയിട്ട് കുറച്ചും കൂടിയും ഹെവി പാർട്ടി വെയറിലേക്ക് പെടുന്ന ഓപ്ഷനാണ്. ഞാനൊന്ന് ഓപ്പൺ ചെയ്തിട്ട് കാണിക്കാം. ഇതേപോലെ ഫുള്ളി യോക്ക് ഏരിയയിലേക്ക് അത്യാവശ്യം ഹെവി ആയിട്ട് ഫുൾ ഭാഗം എന്ന് വെച്ചാൽ ഫുള്ളി സീക്വൻസ്, കുഞ്ഞു കുഞ്ഞു സീക്വൻസിൻ്റെ ഫ്ലവേഴ്സ് സൂം ചെയ്ത് കാണിക്കാം. ഫ്ലവേഴ്സ് പിന്നെ ബീഡ്സ് എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ദുപ്പട്ട വരുന്നത് ഇതേപോലെ, അതും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ്. ഇതേപോലെ ഫുള്ളി എംബ്രോയിഡറി ചെയ്ത് പോകുന്ന ദുപ്പട്ടയാണ്. 1750 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡാണ്. പേസ്റ്റലല്ല, ഇച്ചിരി ബ്രൈറ്റ് ഷെയ്ഡാണ്. ബ്രൈറ്റ് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതാണ്. പിന്നെ ക്യാമറയിൽ കുറച്ചുകൂടി ബ്രൈറ്റ്നസ് കൂടുതലായിരിക്കും, ഒറിജിനലിൽ കുറച്ചുകൂടി കുറവായിരിക്കും ഇതിൻ്റെ ബ്രൈറ്റ്നസ്. ഓക്കെ, 1750 ആണ് പ്രൈസ് റേഞ്ച്. ഇതിനും നമുക്ക് ലൈനിങ് ആൻഡ് ബോട്ടം എല്ലാതും ആ സെയിം ടോണിൽ തന്നെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് വരുന്നത് ഒരു നല്ലൊരു ചോക്ലേറ്റ് ഷെയ്ഡാണ്. ഇതിൽ തന്നെ നല്ലൊരു ചോക്ലേറ്റ് സ്കിന്നോട് ഷെയ്ഡ് മാച്ച് ചെയ്തിട്ടുള്ള ഒരു ലൈറ്റ് ചോക്ലേറ്റിലൊക്കെ പെടുന്ന ഒരു കളറായിട്ടാണ് വരുന്നത്.
ഇതും വളരെ നല്ലൊരു ചോയ്സാണ്. ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് നമുക്ക് സെയിം ടോണിൽ തന്നെ ഇതേപോലെ ഫുൾ വർക്കായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇതേപോലെ വരും. 1750 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. ഇത് നല്ലൊരു ഷെയ്ഡാണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡാണ്. പിന്നെ ഒരു കളറും കൂടി ഉള്ളത് നമുക്ക് സെയിം അതിൽ തന്നെ പീച്ചാണുള്ളത്. 1750 ചോയ്സിൽ ഇതേപോലെ ഫുള്ളി എംബ്രോയിഡറി വരുന്ന ദുപ്പട്ടയാണ് വരുന്നത്. ദുപ്പട്ട ഇതേപോലെ വൺ സൈഡ്, രണ്ട് സൈഡും നിറച്ച് ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വരുന്നുണ്ട്. ഇതേപോലെ ഫീൽ ചെയ്യും. 2.5 മീറ്റേഴ്സ് ദുപ്പട്ട വരുന്നുണ്ട് കേട്ടോ. പ്രൈസ് റേഞ്ച് 1750 ആണ്. ഇത് നല്ലൊരു ചോയ്സാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ്സ് പർച്ചേസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് എപ്പോഴും പറയുന്ന പോലെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്യുക. അവൈലബിൾ ആണെങ്കിൽ നമ്മൾ അവൈലബിൾ എന്ന് മെസ്സേജ് അയച്ചു തരും. അതിന് ശേഷം നിങ്ങൾ ബുക്കിംഗ് ഓപ്ഷനിലേക്ക് പോകേണ്ടതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ.